الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരാൾ മുസ്ലിമാണോ അല്ലേ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അയാളുടെ പേര് കൊണ്ടാണ്. അറബി നാമം ഉള്ളവരൊക്കെ മുസ്ലിം. ഇനി അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ച് ഷഹാദത്ത് കലിമ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്ന ആള് തന്നെ അറബി പേരല്ലെങ്കിൽ അവന് എന്തോ ഒരു ഇസ്ലാമിനോ ഈമാനോ എന്തോ ഒരു കുറവുള്ള മാതിരിയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ റിക്കാർഡിൽ ഒരാൾ അറബി പേരുള്ളത് കൊണ്ട് മുസ്ലിമായി പരിഗണിക്കപ്പെടുകയില്ല. മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ടും അള്ളാഹുവിന്റെ റിക്കാർഡിൽ ഒരാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടുകയില്ല. ഒരാൾ മുസ്ലിമായിട്ട് റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടണമെങ്കിൽ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ അംഗീകരിക്കുക. പ്രത്യേകിച്ച് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എന്നൊക്കെ പേരിൽ എണ്ണി പറഞ്ഞ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ടുന്ന ആ ഒരു മുസ്ലിം വളർത്തിയെടുക്കേണ്ടുന്ന സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുക. ഒരു മുസ്ലിമിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് നിങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സ്വഭാവ ദുർഗുണങ്ങൾ ഒഴിവാക്കുക. അതൊക്കെ ഉണ്ടാകുമ്പോഴേ ശരിയായ മുസ്ലിം ആവുകയുള്ളൂ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പല സന്ദർഭങ്ങളിൽ ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല. വർഗീയത പ്രചരിപ്പിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വഞ്ചന നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമ്മിൽപ്പെട്ടവനല്ല പറഞ്ഞാൽ ശരിയായ മുസ്ലിം അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പേര് അറബിയായിരിക്കാം, പേര് അറബിയിൽ, അറബ് രാജ്യങ്ങളിൽ ജനിച്ചു വളർന്ന് വരുന്ന ആളുകൾ, ജീവിക്കുന്ന ആളുകളൊക്കെ ആ പേര് അറബിയിൽ തന്നെയാണ്. പക്ഷെ അള്ളാഹു ഇസ്ലാമിക സമൂഹത്തിന്റെ ഗുണമായിട്ട് പറഞ്ഞിട്ടുള്ളത് പേര് അറബിയിലാവുക എന്നതല്ല. കുന്തും ഖൈറ ഉമ്മ,
നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാകുന്നു. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമൂഹമാവുന്നു നിങ്ങൾ. മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗവും ഏറ്റവും നല്ല സമൂഹത്തിന് മാതൃക കാണിക്കുന്ന ഗുണവിശേഷണങ്ങൾ ഉള്ളവരായിരിക്കും. അതാ കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാകുന്നു. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട. എന്താണ് നിങ്ങളുടെ ഗുണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുന്നവരാണ്. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ്. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായത്തിലെ അംഗങ്ങളാകുന്നു നിങ്ങൾ എന്ന് അല്ലാഹു വിശ്വാസികളുടെ സമൂഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സർട്ടിഫിക്കറ്റ് നൽകുമ്പോ ആ ഒരു അവസ്ഥയിലേക്ക് ഓരോ മുസ്ലിമും എത്തിച്ചേരണമെങ്കിൽ അവൻ ഒന്നാമതായി അവന്റെ റബ്ബിനെ തിരിച്ചറിയണം. ഇപ്പൊ ഖുർആനില് പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാരുടെ കുറെ വിശേഷണങ്ങൾ പറയുന്ന സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. അതിൽ ഒന്നാമത്തെ വിശേഷണമായിട്ട് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വിനയത്വമുള്ളവരായിരിക്കും, താഴ്മയുള്ളവരായിരിക്കും എന്നാണ്. പരമകാരുണികന്റെ ദാസന്മാർ അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്? യംശൂന, അവർ നടക്കുന്നവരാണ്, അലൽ അർളി, ഭൂമിയുടെ മേൽ, ഹൗനൻ, വിനയത്തോടെ. ഇബാദുർ റഹ്മാൻ എന്ന പ്രയോഗം പരമകാരുണികന്റെ അബിദ്. അപ്പൊ ഒരാൾക്ക് അള്ളാഹുവിന്റെ അടിമയാവാൻ സാധിക്കണമെങ്കിൽ ഉടമ അള്ളാഹു ആണ് എന്ന് തിരിച്ചറിയണം. ഖാലിഖ് അള്ളാഹു ആണ്, സകല വസ്തുവിന്റെയും ഉടമസ്ഥത അള്ളാഹുവിനാണ്, മാലിക് അള്ളാഹു ആണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ മാത്രമേ ആ ഖാലിഖിന്റെ മഖ്ലൂഖാണ് ഞാൻ എന്ന് തിരിച്ചറിയുള്ളൂ. ഖാലിഖ് അള്ളാഹു ആണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ അള്ളാന്റെ അബിദാവാൻ പറ്റുള്ളൂ. എന്നെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്, എനിക്ക് എന്റേതായി ഒന്നുമില്ല. എന്റെ ശരീരവും എന്റെ അവയവങ്ങളും എന്റെ തലച്ചോറും ബുദ്ധിയും സംസാരശേഷിയും പ്രവർത്തനശേഷിയും ഒന്നും ഞാനുണ്ടാക്കിയതല്ല. ഇതൊന്നും എന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. എന്റെ ഹാർട്ടിന്റെ പ്രവർത്തനമോ കിഡ്നിയുടെ പ്രവർത്തനമോ തലച്ചോറിന്റെ പ്രവർത്തനമോ ഒന്നും എന്റെ പ്രവർത്തനത്തിൽ എന്റെ കൺട്രോളിൽ പെട്ടതല്ല. ഒരു രോമം പോലും എന്റെ ശരീരത്തിൽ ഞാൻ ഉണ്ടാക്കിയതായിട്ടില്ല. ഒന്നിന്റെയും ഉടമസ്ഥൻ ഞാനല്ല. ആ ഒരു തിരിച്ചറിവ് ഓരോ മനുഷ്യനും എപ്പോഴുണ്ടാകുന്നുവോ അപ്പൊ മാത്രമേ അവൻ അള്ളാഹുവിന്റെ അബിദാവുകയുള്ളൂ, മഖ്ലൂഖായി ജീവിക്കാൻ തയ്യാറാവുള്ളൂ. ഖുർആന് മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യൂഖിനൂൻ. അല്ലാഹുവിന്റെ അബിദായിട്ട് ജീവിക്കാൻ തയ്യാറില്ലാത്ത ആളുകളോട് അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണോ അവർ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവര് തന്നെയാണോ സൃഷ്ടാക്കൾ? എന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ, എന്റെ വീടും എന്റെ കുടുംബവും ഉണ്ടാക്കിയത് ഞാന്, എന്റെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാക്കിയത് ഞാന്. പറയാൻ സാധിക്കോ ഏതെങ്കിലും ഒരു മനുഷ്യന്? അല്ലാഹ് ചോദിക്കുന്ന ചോദ്യ, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവരൊന്നുമില്ലായ്മ സൃഷ്ടിക്കപ്പെട്ടവരാണോ അതല്ല അവർ തന്നെ സൃഷ്ടിച്ചതാണോ അവരെയും ഈ പ്രപഞ്ചത്തെയും അവരുടെ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അല്ല ആകാശഭൂമികളൊക്കെ അവർ സൃഷ്ടിച്ചതാണോ? ബൽ ലാ യൂഖിനൂൻ, എന്താ അവർക്ക് ദൃഢവിശ്വാസം ഇല്ലാത്തത്? എന്നിട്ട് എന്താ ദൃഢവിശ്വാസം ഇല്ലാത്തത്? അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം ഓരോ മനുഷ്യനോടും ഓരോ ബുദ്ധിയോടും, എന്തെങ്കിലും ഒന്ന് നീ ഉണ്ടാക്കിയതുണ്ടോ? നിന്റെ ശരീരത്തിലാവട്ടെ, നീ ജീവിക്കുന്ന സാഹചര്യത്തിലാവട്ടെ, ഈ പ്രപഞ്ചത്തിലാവട്ടെ, എന്തെങ്കിലും ഒന്ന് നീ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയതായിട്ടുണ്ടോ? എന്നിട്ട് എന്താ നിനക്ക് വിശ്വാസം വരാത്തത്? അപ്പൊ അള്ളാഹു ആണ് ഖാലിഖ് എന്ന് തിരിച്ചറിയുന്ന
ഒരു മനുഷ്യൻ മഖ്ലൂക്ക് ഞാനാണ് എന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അങ്ങനെയുള്ളവൻ മാത്രമേ വിനയത്വമുള്ള അള്ളാഹുവിന്റെ അടിമയാവുകയുള്ളൂ. അതാണ് ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ ദാസന്മാർ. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ വിനയത്തോടു കൂടി ജീവിക്കുന്നവരായിരിക്കും. എനിക്ക് എന്റേതായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും അവന്റെ അറിവും കഴിവും ശേഷിയും മനസ്സിലാക്കുകയും അവനവന്റെ ദുർബലതയും ദൗർബല്യവും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിനയത്വമുള്ള അടിമയാവുകയുള്ളൂ. അത് അറിവിൽ നിന്നുണ്ടാവുന്നതാണ്. അറിവിനെ കുറിച്ച് ഒരു കവി പറഞ്ഞത് കാണാൻ സാധിക്കും. റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ ഖാലിഅൻ മിഖ്ദാറ അസ്ഖാലു വയസ്ജുദുൽ ഗുസ്ലു ലിൽ അസ്മാരി ബിദ് ഹമലത് ويسجد الغصن بالأثمار إذ حملت أشجاره داليا من بعد ذلال. റസാനത്തുൽ ഇൽമി, വിജ്ഞാനത്തിന്റെ ഗാംഭീര്യം എന്ന് പറഞ്ഞാൽ മൻ കാനത്ത് തുസഖിലുഹു, ആ വിജ്ഞാനം ആര് വഹിക്കുന്നുവോ യംശി ബിഹാ ഖാലിഅൻ മിഖ്ദാറ അസ്ഖാലു, എത്രത്തോളം അവൻ അറിവുണ്ടോ അതിനനുസരിച്ച് അവൻ താഴ്മയുള്ളവനായിരിക്കും. ഏതുപോലെ വയസ്ജുദുൽ ഗുസ്നു ബിൽ അസ്മാരി ഇദ് ഹമലത്ത്, ഒരു മരത്തിന്റെ ശാഖ അതിൽ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോ താഴ്ന്നു വരുന്നു. എത്രത്തോളം ഫലം അധികമുണ്ടോ അത്രത്തോളം അത് താഴ്ന്നു നിൽക്കും. അതുപോലെ ഒരു മനുഷ്യൻ, ഒരു മാവിൽ ധാരാളം കായുണ്ടെങ്കിൽ, ഒരു വാഴയിൽ വലിയ കുലയുണ്ടെങ്കിൽ അത് താഴോട്ട് ഇങ്ങനെ താഴ്ന്നു നിൽക്കുമല്ലോ, അതിന്റെ വെയിറ്റ് കൊണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ എത്രത്തോളം അറിവുണ്ടോ അത്രത്തോളം അവൻ അള്ളാഹുവിലേക്ക് താഴ്മയുള്ളവനായിരിക്കും, വിനയത്വമുള്ളവനായിരിക്കും. അതാണ് അള്ളാഹു ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിതൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹുവ അല്ലാ യറാലി നഫ്സിഹി മഖാമൻ വലാ ഹാല, എനിക്ക് യാതൊരു സ്ഥാനവും ഒന്നുമില്ല, ഒരു സ്ഥാനവും ഒരു അവകാശവും ഒന്നിനും, ഒരു മഖാമ് സ്ഥാനമോ ഒരു പ്രത്യേകമായ അവസ്ഥയോ ഒന്നും എനിക്കില്ല. വലാ യറാ ഫിൽ ഖൽഖി ശർറൻ മിൻഹു, മറ്റൊരാളെയും അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരാളെയും അയാളെക്കാൾ താഴ്ന്നവനായി കാണുകയില്ല എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം നിസ്സാരതയും അതുപോലെ തന്നെ അവനവന്റെ ദൗർബല്യങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞവനാണ് എന്ന് വിശുദ്ധ ഖുർആനും മഹാന്മാരായ പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത്തവാലുഉ മിൻ അഖ്ലാഖിൽ കിറാം, മാന്യന്മാരുടെ സ്വഭാവമാണ് വിനയത്വം എന്ന് പറയുന്നത്. വതകബ്ബുറു മിൻ ശിയമിൽ ലിആം, നീചന്മാരായ വിഡ്ഢികളുടെ സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത്തവാലുഉ യൂറസുൽ മഹബ്ബ, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അനന്തരപ്പെടുത്തുന്നതാകുന്നു വിനയത്വം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ഒരു അടിമയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവ ഗുണമാണ് വിനയത്വമുള്ളവനായി തീരുക എന്നത്. അഹങ്കാരത്തിന്റെ ഒരു ലെവലേശം മനസ്സിലില്ലാതിരിക്കുക എന്നത് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മാ നഖസ സദഖത്തും മിൻ മാലിൻ, സദഖ ഒരിക്കലും നിങ്ങളുടെ ധർമ്മത്തിൽ സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച കൊണ്ട് ഒരു അടിമക്ക് പ്രതാപമല്ലാതെ അള്ളാഹു വർദ്ധിപ്പിക്കുകയില്ല. വമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, ഒരു അടിമയും വിനയത്തോടുകൂടി വിനയം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വിനയത്തോടു കൂടി ജീവിക്കുന്നില്ല, അവന്റെ പദവിയും സ്ഥാനവും അള്ളാഹു ഉയർത്തിയിട്ടല്ലാതെ എന്ന്. അപ്പൊ ജീവിതത്തില് അള്ളാഹു ഇഷ്ടപ്പെടുകയും പദവി ഉയർത്തി തരികയും ചെയ്യും. സ്വയം അവനവനെ തിരിച്ചറിഞ്ഞ് ഞാനൊരു മഖ്ലൂക്കാണ് റബ്ബിന്റെ, എന്നെ പോലെയുള്ളവരാണ് എല്ലാ സൃഷ്ടികളും എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിനയത്വമുള്ള അടിമയായി ഒരാൾ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ
അള്ളാഹു അവനെ ഇഷ്ടപ്പെടുകയും അവന്റെ പദവി ഉയർത്തിത്തരികയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും പദവിയുമുള്ള ആളാണ്. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന ആളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വഖ്ഫിദ് ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് നിന്റെ ചിറകിനെ നീ താഴ്ത്തി കൊടുക്കണം. ആർക്കും ഏത് സമയത്തും സമീപിക്കാവുന്ന, ഒരാൾക്കും വിട്ടു നിൽക്കേണ്ടി വരാത്ത നിലക്ക് എല്ലാവരോടും വിനയത്വം കാണിച്ച് പെരുമാറുന്ന, താഴ്മയോടുകൂടി പെരുമാറുന്ന ഒരു സ്വഭാവം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കാം. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ജീവിക്കുമ്പോ ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളായിട്ടാ റസൂലുള്ള ജീവിച്ചത്. ഞാൻ വലിയ ആളെന്നുള്ളവർക്ക് വേറിട്ട് നിൽക്കുന്നെന്ന് ജീവിക്കല്ല, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ. പലപ്പോഴും മദീന പള്ളിയിലേക്കൊക്കെ പല സംഘങ്ങളും വരുമ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച് വരുമ്പോ മദീന പള്ളിയിൽ കയറിയിട്ട് അയ്യും മിൻകും മുഹമ്മദ് എന്ന് ചോദിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിൽ. നിങ്ങൾ ആരാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത, വേഷവിധാനം കൊണ്ട് കൂട്ടത്തിൽ ഒരാള് ഇസ്ലാം നിർദ്ദേശിച്ച വേഷവിധാനം സ്വീകരിച്ചിട്ടുണ്ട് എന്നതല്ലാതെ റസൂലിന് പ്രത്യേകമായൊരു വേഷമില്ല. പ്രവാചകനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ ട്യൂബ് ലൈറ്റ് പോലെ അങ്ങനെ ഒരു പ്രത്യേകതയും റസൂലുള്ളാഹിക്കില്ല. അവൻ മനുഷ്യ ആ സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബത്ത്. ഖന്തക്ക് യുദ്ധ സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ അങ്ങനെ ആ കിടങ്ങ് കുഴിക്കാണ്, എതിരാളികളെ പ്രതിരോധിക്കാൻ വേണ്ടി കിടങ്ങ് കുഴിക്കാണ്. അപ്പൊ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഖുലു മഅനാ തുറാബ് യൗമൽ അഹ്സാബ്, അഹ്സാബ് യുദ്ധത്തിന്റെ ദിവസം ഞങ്ങളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലഖദ് റഅയ്തുഹു വാറത്തുറാബു ബയാള വത്നിഹി, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെയും വയറിന്റെയും ഒക്കെ വെളുത്ത നിറം ഈ മണ്ണ് മറച്ചിരിക്കുന്നു, മണ്ണ് പുരണ്ടിരിക്കുന്നു പ്രവാചകന്റെ വയറിലും ശരീരത്തിലൊക്കെ എന്ന് സഹാബത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരാം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ജീവിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തില് ഖന്തക്കിന്റെ കിടങ്ങിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ഷീണിച്ച അവശരായ, ദാരിദ്ര്യം കൊണ്ട് ക്ഷീണിച്ച അവശരായ സഹാബത്തിനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ വഇൻ അറാദു ഫിത്നതൻ ആബൈനാ എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സഹാബത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ വലാ തസദ്ദഖ്നാ ഞങ്ങൾ ധർമ്മം ചെയ്യുമായിരുന്നില്ല, അല്ലെങ്കിൽ ദീനിനെ സത്യപ്പെടുത്തുമായിരുന്നില്ല, വലാ സല്ലൈനാ ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല, വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ മുശ്രിക്കുകൾ ഞങ്ങളോട് അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്നു, വഇൻ അറാദു ഫിത്നതൻ ആബൈനാ അവർ ഫിത്ന ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ എത്ര പിന്നോട്ട് അടിക്കാൻ നോക്കിയാലും കുഴപ്പങ്ങളില്ലാതെ, ഫിത്നകളില്ലാത്ത, സംഘടനകളില്ലാതെ ജീവിക്കണമെന്ന് ഞങ്ങൾ എത്ര തീരുമാനിച്ചാലും ഞങ്ങളുടെ മേൽ അവർ അതിക്രമം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനെ പ്രോത്സാഹിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിൽ ഒരാളായിക്കൊണ്ട് വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുക. ഞാൻ മറ്റുള്ളവരെക്കാൾ മേലെയാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണ് എന്ന ഒരു ചിന്ത ഒരിക്കലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ല. അള്ളാഹു നൽകിയ സ്ഥാനവും പദവിയും മഹത്വവും ജനങ്ങളോട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ റസൂലുള്ളാഹി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെക്കാൾ ഒരു ഉന്നതനാണ് ഞാൻ എന്നുള്ള നിലക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ ജീവിച്ചിട്ടില്ല. അള്ളാഹു നൽകിയ സ്ഥാനവും പദവിയും മഹത്വവും ഒക്കെ റസൂലുള്ളാഹി അവരോട് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ എല്ലാ സൽസ്വഭാവങ്ങളും അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണ് ഞാൻ എന്നുള്ള ചിന്തയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെടുത്തെത്തുമ്പോ കുട്ടിയായിട്ട് ജീവിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുൻ നാസി ഖുലുഖ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരെ സ്വന്തം പുറത്ത് കയറ്റി വെച്ചുകൊണ്ട് ഒട്ടകം കളിക്കുമായിരുന്നു റസൂൽ. എന്നിട്ട് നിങ്ങളുടെ ഒട്ടകം എങ്ങനെയുണ്ട് എന്ന് ആ കുട്ടികളോട് ചോദിക്കുമായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയായിട്ട്, വീട്ടിൽ ആ കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പറായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. റസൂൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ, സഹാബത്ത് ചോദിച്ചു, മാ കാനൻ നബി യസ്നഉ ഫീ ബൈതി, റസൂലുള്ളാഹി എങ്ങനെയായിരുന്നു വീട്ടിൽ എന്ന് ചോദിച്ചു. കാലത്ത് ആയിഷ ബീബി പറയാണ്, ഇന്നഹു കാന ഫീ മിഹ്നത്തി അഹ്ലിഹി, റസൂലുള്ള കൂട്ടത്തിൽ അടുക്കള ജോലിയിലൊക്കെ സഹായിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടും. ഫൈദാ ഹളറത്തി സ്വലാത്തു ഖറജ ഇല സ്വലാത്ത്, നിസ്കാരത്തിന്റെ സമയമായിട്ട് ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് പോവുകയും ചെയ്യും. വീട്ടില് ഭാര്യയൊക്കെ സഹായിച്ചുകൊണ്ട് ഭാര്യയുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് ജീവിക്കും. കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ കുട്ടിയായിട്ട് ജീവിക്കും. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വളരെ മാതൃകയായിക്കൊണ്ട് വിനയത്വത്തിന്റെ അങ്ങേയറ്റത്തെ രൂപമായിക്കൊണ്ട് ജീവിച്ചു കാണിച്ചു. അതാ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ വളരെ വിനയത്തോടുകൂടി ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകൾ എന്ന് ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുകയും ആ വിനയത്വത്തിന്റെ രൂപമായിട്ട് ജീവിച്ച് കാണിക്കുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല സ്വഭാവ ഗുണമാണ് വിനയത്വത്തോടു കൂടി ജീവിക്കുക. ഞാൻ അള്ളാന്റെ അടിമയാണ്, ഖാലിഖ് റബ്ബാണ്, ഞാനൊരു മഖ്ലൂഖാണ്, എന്നെ പോലെയുള്ള മഖ്ലൂഖുകളാണ് ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരും എന്ന് ചിന്തിക്കാൻ സാധിക്കുക. ഏത് ജാതി മതത്തിൽപ്പെട്ടവരായിരുന്നാലും ഏത് സൃഷ്ടികളായിരുന്നാലും ഒരു സൃഷ്ടിയോടും അതിക്രമവും ക്രൂരതയും കാണിക്കാൻ ഇസ്ലാം അനുവദിച്ചില്ലല്ലോ. മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അപകടമാവുന്നതോ അതല്ലെങ്കിൽ ഭൂമി മനുഷ്യർക്ക് ആധിപത്യം നൽകിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അപകടകരമാകുന്ന രൂപത്തിൽ ഏതെങ്കിലും ജീവി ഉപദ്രവകരമായ നിലക്കുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചു. അതേ സമയത്ത് ഒരു ജീവിയോടും അതിക്രമം കാണിക്കാൻ അനുവദിച്ചില്ല. ഇങ്ങനെ എല്ലാ സൃഷ്ടികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഖാലിഖ് റബ്ബാണ് എന്ന ബോധത്തോടുകൂടി ഞാനൊരു മഖ്ലൂഖാണ്, എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന ബോധത്തോടുകൂടി വിനയത്തോടുകൂടി ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണം. അതാണ് ഇബാദുർ റഹ്മാനിന്റെ ഗുണം എന്ന് അള്ളാഹു നമ്മെ അറിയിച്ചു. ആ നിലക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി വിനയത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് എവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ അങ്ങേയറ്റത്തെ സൗഭാഗ്യവാന്മാരാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരായിട്ട് അവന്റെ ദീനിൽ ജനിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകിയവരാണ്. ഹുവ ജിത്തബാക്കും, നിങ്ങളെയാണ് അവൻ മുസ്ലിമായിട്ട് തെരഞ്ഞെടുത്തത്. മറ്റെല്ലാ മനുഷ്യർക്കും മാതൃക കാണിക്കാൻ വേണ്ടി നിങ്ങളെയാണ് അവൻ തെരഞ്ഞെടുത്തത്. അല്ലാഹ് പറയാ, ഹുവ ജിത്തബാക്കും വസമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് നിങ്ങളെ റബ്ബ് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം മുസ്ലിമീങ്ങളായ നമുക്ക് റബ്ബ് പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ കൃത്യമായ അച്ചടക്കം, സ്വഭാവ മഹിമ, അതുപോലെ തന്നെ പെരുമാറ്റ മര്യാദ, അള്ളാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിക്കുന്നത് പോലെ മറ്റൊരു സമൂഹത്തിനും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല.
പെരുമാറ്റ മര്യാദകളും അച്ചടക്കവും സൽസ്വഭാവവും ഒക്കെ വളരെ കൃത്യമായിട്ട്. ഇപ്പൊ വിധേയത്വത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒരു അടിമയുടെ ഏറ്റവും നല്ല ഗുണമായിട്ടുണ്ടാവേണ്ടത് ഷഹാദത്ത് കലിമയും ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അംഗീകരിക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സ്വാഭാവികമായും ഉണ്ടാവേണ്ടുന്ന ഒന്നാമത്തെ ഗുണം എന്നുള്ള നിലക്കാണ് നമ്മളത് പറഞ്ഞത്. അങ്ങനെ പറയപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസി, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എല്ലാ സൽസ്വഭാവങ്ങളും വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാ അച്ചടക്കവും വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട സമുദായം ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളെ ആദരിച്ചു എന്നല്ല പറഞ്ഞ്, മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു. ആര് പറയുന്നത്? റബ്ബ് പറയാ, മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു. അവരെ നാം കരയിലും കടലിലും വാഹനത്തിലേറ്റിയിരിക്കുന്നു. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന അവർക്ക് നാം നൽകിയിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹു ആദരിച്ച് സൃഷ്ടിച്ച ഒരു സൃഷ്ടി വിഭാഗമാണ് മനുഷ്യൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറയാ. എന്നിട്ട് ആ അള്ളാഹുവിന്റെ ദൂതൻ നമുക്ക് പറഞ്ഞു തരികയാണ്, ഓരോ മനുഷ്യനും ഏത് ജാതി മതത്തിൽപ്പെട്ടവനായും ഓരോ മനുഷ്യന്റെയും അഭിമാനം, അവന്റെ രക്തം, അവന്റെ സമ്പത്ത് ഒക്കെ ഈ കഅബയെ പോലെ പവിത്രമായതാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചരാ, ഏതൊരു മനുഷ്യന്റെയും അഭിമാനവും രക്തവും സമ്പത്തും ഒക്കെ കഅബയെ പോലെ പവിത്രമാണ്. എന്നിട്ട് സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി, സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുമ്പോ മരണപ്പെട്ടു വീണാൽ അവന് രക്തസാക്ഷിയായി വരെ പരിഗണിക്കപ്പെടും. അത്രക്ക് അള്ളാഹു ആദരിച്ച് സൃഷ്ടിച്ചതാണ് ഓരോ മനുഷ്യനെയും. മുസ്ലിമിനെ അല്ല, ഞാൻ ആവർത്തിച്ച് പറയാൻ, മുസ്ലിമിനെ അല്ല ഈ പറയുന്നത്, ഓരോ മനുഷ്യനെയും അത്ര ആദരിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. എന്നിട്ട് ഒരു മനുഷ്യനെ, എല്ലാ മനുഷ്യന്റെയും രക്തവും സമ്പത്തും അഭിമാനവും ഒക്കെ നമ്മൾ വളരെ ആദരവോട് കൂടി കാണണം ഓരോ മുസ്ലിമും. എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുക്കൽ വല്ല വീഴ്ചയും വന്നു പോയാൽ അത് മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ പോരായ്മ മറച്ചു വെക്കുന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് കാര്യമാണ്. മറ്റൊരു മനുഷ്യന്റെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും. ഇനി മറ്റൊരു മനുഷ്യന്റെ പോരായ്മയോ തിന്മയോ തിരുത്തേണ്ടി വന്നാലോ അത് നസീഹത്തോടു കൂടി തിരുത്തണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ്. അദ്ദീനു അന്നസീഹ, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. ഗുണകാംക്ഷ ഇല്ലാത്തവന് ദീനില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ലിമൻ, ആരോടാണ് ഗുണകാംക്ഷ കാണിക്കേണ്ടത്? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹിനോട് ഗുണകാംക്ഷ കാണിക്കുക. അള്ളാന്റെ ദീൻ ഇവിടെ നല്ല നിലക്ക് നിലനിൽക്കണം എന്നുള്ള ചിന്തിക്കുക. അള്ളാന്റെ റസൂലിനോട് ഗുണകാംക്ഷ കാണിക്കുക. വിശ്വാസികളുടെ നേതാക്കളോട്, പൊതുജനങ്ങളോട്. അപ്പൊ എല്ലാവരോടും ഗുണകാംക്ഷ വെച്ച് പുലർത്തുന്നവനായിരിക്കണം മുസ്ലിം എന്ന് പഠിപ്പിക്കപ്പെട്ട, എല്ലാവരുടെയും രക്തവും അഭിമാനവും സമ്പത്തും പവിത്രമായി കാണണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം അവസ്ഥ വളരെ ദയനീയമാണ് ഇന്ന്. അള്ളാഹുവിന്റെ റസൂല് ഒരു കാലഘട്ടത്തിൽ സമൂഹം മലവെള്ളപ്പാച്ചലിലെ ചപ്പ് ചവറുകളെ പോലെ ആയിത്തീരുന്നെന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. വളരെ അത്യുന്നതമായ ആദർശവും വിശ്വാസവും സ്വഭാവവും പെരുമാറ്റ മര്യാദകളും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു ദീനിന്റെ പ്രമാണങ്ങളെയോ ആ ദീനിന്റെ വിശ്വാസത്തെയോ അതിന്റെ സൗന്ദര്യത്തെയോ അതിന്റെ മഹത്വത്തെയോ ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന നാമധാരികളായിട്ടുള്ള ആളുകൾ, അവർക്ക് അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്കാണ് അവരുടെ മതത്തിന്റെ പേരും മതത്തിന്റെ ചിഹ്നങ്ങളും വേഷങ്ങളും ഒക്കെ അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം ചപ്പ് ചവറുകൾ, മലവെള്ളപ്പാച്ചലിലെ ചപ്പ് ചവറുകളെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം എന്ന്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ്. ഇതൊക്കെ ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ, ഇതൊക്കെ കേൾക്കുകയും ഈ ഉത്ബോധനം ലഭിക്കുന്ന ആളുകളെങ്കിലും ചിന്തിക്കുകയും എന്നിട്ട് ഈ ദീനിന്റെ മഹത്വം മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി നിലനിൽക്കാൻ സാധിക്കുകയും വഴികേടിലുകളും തെമ്മാടിത്തരങ്ങളിലും അകപ്പെടാതെ, അതൊക്കെയും ഇത് സമൂഹത്തിൽ സംഭവിക്കേണ്ടതാണ്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, പ്രവചിച്ചതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമിന്റെ ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഇത്തരം ഉത്ബോധനങ്ങളൊക്കെ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത്.
അപ്പൊ അള്ളാഹു അവന്റെ ദീനിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന് കീഴടങ്ങി ജീവിക്കുകയും ചെയ്യുന്ന ഇവിടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മേവരെയും ആ രൂപത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് ദീനനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നാഥാ, ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറുത്തു തരണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണം റബ്ബെ. ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖ് ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിലൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ ജീവിത വിജയം നൽകണം റബ്ബെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവെ, സാമ്പത്തികവും ജോലി സംബന്ധമായ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാഥാ, അവരുടെ പരീക്ഷണം നീ നീക്കിത്തരണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.